തിരുവോണദിനത്തിലും കുരുക്കിലമർന്ന് കേച്ചേരി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനായ കേച്ചേരിയിൽ പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഗതാഗതക്കുരുക്ക് പതിവ് കാഴ്ചയാണ്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിലൂടെയും കുന്നംകുളം ഗുരുവായൂർ ഭാഗങ്ങളിൽ നിന്നും ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ തെക്കോട്ടും തൃശൂരിൽ നിന്നുള്ള വാഹനങ്ങൾ വടക്കോട്ടും കടന്നുപോകുന്നത് കേച്ചേരിയിലൂടെയാണ്. തൃശൂർ കുറ്റിപ്പുറം പാതയുടെ മറ്റു ഭാഗങ്ങളെല്ലാം വീതി കൂട്ടി വികസനം യാഥാർത്ഥ്യമാക്കിയെങ്കിലും ചൂണ്ടൽ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള 5 കിലോമീറ്ററോളം ദൂരം ഇപ്പോഴും പഴയ സ്ഥിതിയിൽ തുടരുകയാണ്. നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുമ്പോഴും ഈ മേഖലയിലെ റോഡ് വികസനം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുള്ള കടുത്ത നിസ്സംഗത തുടരുകയാണ്. 2006 മുതൽ 2011 വരെയുള്ള കാലയളവിൽ ഭരണം നടത്തിയ VS സർക്കാരിന്റെ അവസാന ബജറ്റിൽ കേച്ചേരി സെന്ററിന്റെയും റോഡിന്റെയും വികസനത്തിനായി 75 കോടിയിലേറെ രൂപ വകയിരുത്തിയിരുന്നു. പിന്നീട് അധികാരത്തിലെത്തിയ സർക്കാരുകൾ ഓരോ ബജറ്റിലും തുക വകയിരുത്തിയെങ്കിലും വികസനം മാത്രം നടപ്പിലാക്കാതെ പോകുകയായിരുന്നു. ഇടതു വലതു കക്ഷികൾ മാറി മാറി റോഡ് വികസനത്തിനായി സമര പരമ്പരകൾ വരെ നടത്തിയെങ്കിലും അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറി. ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രികർ കക്ഷിഭേദമില്ലാതെ ഭരണാധികാരികളെ ശപിച്ചുകൊണ്ടാണ് കടന്നുപോകുന്നത്. ആശുപത്രിയിലേക്കുള്ള രോഗികളുമായി പോകുന്ന ആംബുലൻസുകളും കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത് പതിവ് കാഴ്ചയാണ്. വികസനം യാഥാർത്ഥ്യമാക്കാൻ മുൻകൈ എടുക്കേണ്ട ജനപ്രതിനിധികളാകട്ടെ നിസ്സംഗരായി തുടരുകയാണ്. പ്രാദേശിക ഭരണകൂടമെന്ന നിലയിൽ വികസന പ്രവൃത്തിക്കായി മുന്നിൽ നിൽക്കേണ്ട ചൂണ്ടൽ പഞ്ചായത്ത് അധികാരികളും കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി മൗനത്തിന്റെ വാത്മീകത്തിലാണ്. തിരുവോണദിനത്തിലും പതിവ് തെറ്റാതെയാണ് കേച്ചേരിയിൽ വാഹനയാത്രികർ കുരുക്കിൽപ്പെട്ടു വലഞ്ഞത്. വികസനം യാഥാർത്ഥ്യമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ നിസ്സംഗതയുടെ കൈലാസത്തിലായതിനാൽ ഈ ഗതാഗതക്കുരുക്ക് ഇനിയും തുടർക്കഥയാകുമെന്നതാണ് വ്യാപാരികളും കേച്ചേരി നിവാസികളും ഉറച്ചു വിശ്വസിക്കുന്നത്.